കാറ്റത്തെ കിളിക്കൂടിലെ റബ്കം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഭാഷ് ഏട്ടൻ സുധീഷിനോട് പറയുന്നുണ്ട്, സുധീഷെ, ഇനി നിധിയെ ഓഫീസിലേക്ക് തനിയെ വിടാൻ പാടില്ല. തിരിച്ചു വരുമ്പോഴും ആരെങ്കിലും കൂടെ ഉണ്ടായിരിക്കണം. അവൾ തനിയെ നടക്കുമ്പോഴാണ് വഴിയെ പോകുന്നവരെല്ലാം അവളെ കളിയാക്കുന്നത്. അതുകൊണ്ട് നിധി എവിടെ പോവുകയാണെങ്കിലും നമ്മളിൽ 4 പേരിൽ ആരെങ്കിലും ഒരാൾ അവളോടൊപ്പം ഉണ്ടായിരിക്കണം. എൻ്റെ സുഭാഷ് ഏട്ടൻ നിധിയോട് പറയുന്നുണ്ട്, നിധി, നീ ഓഫീസിൽ നിന്നും ലേറ്റ് ആവുന്ന സമയത്ത് ഞങ്ങളെ വിളിച്ച് പറയണം. ഞങ്ങൾ ആരെങ്കിലും നിന്നെ കൂട്ടാനായിട്ട് അങ്ങോട്ടേക്ക് വരും. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ ഇത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് കേട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, മോളെ, ആവശ്യമുണ്ട്. നിനക്കറിയാത്തത് കൊണ്ടാ. ഈ നാട്ടുകാരുടെ എല്ലാ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. അവരുടെ ആരുടെയും വായ മൂടിക്കെട്ടാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുക. അത്രേ ചെയ്യാൻ പറ്റൂ. കേട്ട് സുധീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, എന്താണ് ഈ പറയുന്നത്? നിധി പോകുന്നിടത്തെല്ലാം നമ്മളെ ആരെങ്കിലും അവളുടെ ബോഡി ഗാർഡായിട്ട് പോകണമെന്നോ? അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അങ്ങനെ സംഭവിച്ചാൽ ഇവിടുത്തെ റൗഡികളെല്ലാം എന്ത് വിചാരിക്കും? നമ്മൾ അവരെ പേടിച്ചാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന്. അപ്പോൾ അവർ കൂടുതൽ നമ്മുടെ നിധിയെ ശല്യം ചെയ്യത്തല്ലേ ഉള്ളൂ. നിധി എന്തിനാണ് ഇവിടെ വന്നത്? അവൾക്ക് സ്വാതന്ത്ര്യത്തോടെ ജോലി ചെയ്യാനും നടക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനാണ്. അവൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാനാണ് ആഗ്രഹം. ഇത്രയും നാൾ ഈ വീട്ടിൽ അവൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ പോകുന്ന സ്ഥലത്തെല്ലാം ബോഡി ഗാർഡിനെ പോലെ നമ്മൾ ആരെങ്കിലും ചെല്ലുകയെന്ന് വെച്ചാൽ അത് അവളെ കെട്ടിയിട്ടതുപോലെ ആവില്ലേ? നാട്ടിലുള്ള റോഡികളെല്ലാം പേടിച്ച് അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യരുതെന്ന് പറയാൻ പറ്റുമെന്ന് സുഭാഷ് ഏട്ടാ? അവൾക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം അവൾ തനിയെ പോട്ടെ. ഇത് കേട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, സുധീഷെ, എനിക്ക് നീ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ കുറച്ച് നാളത്തേക്കെങ്കിലും നമ്മളിൽ ആരെങ്കിലും അവളോടൊപ്പം ഉണ്ടാകുന്നത് നല്ലതല്ലേ? വേണ്ട സുഭാഷ് ഏട്ടാ, അവൾ തനിയെ പോട്ടെ. നാട്ടുകാരെ ഭയന്ന് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ നാട്ടുകാരെ ഭയന്ന് നമ്മുടെ ജീവിത ശൈലികളെല്ലാം മാറ്റി തുടങ്ങിയാലേ അവർ വീണ്ടും നമ്മളെ ആക്രമിക്കത്തേ ഉള്ളൂ. നിധി അവളുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, ആദ്യത്തെ പോലെ തന്നെ. അതിന് നമ്മളൊരു മുടക്കം വരുത്താൻ പാടില്ല. നിധി, നിനക്ക് തനിയെ പോകാൻ വേണ്ടി വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ എന്ന് സുധീഷ് ചോദിക്കുകയാണ്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് തനിയെ നടക്കാനാണ് ഇഷ്ടം. ഇത് കേട്ട് ഒരു ചിരിയോട് കൂടി സുധീഷ് സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട്, കണ്ട സുഭാഷ് ഏട്ടാ, അവൾ പറഞ്ഞത് കേട്ടില്ലേ? അവൾക്ക് തനിയെ പോവാനാണ് ഇഷ്ടം. കേട്ട് സുഭാഷ് ഏട്ടന് അത്ര മനസമാധാനമൊന്നുമില്ല. പക്ഷേ മനമെല്ലാം മനസ്സോടെ സമ്മതിക്കുകയാണ്. എന്നാൽ സുധീഷ് നിധിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നിധിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. സുധീഷിനെ കുറിച്ച് മനസ്സിൽ ഒരു അഭിമാനവും തോന്നുന്നുണ്ട്. അതേസമയം പോലീസിൻ്റെയും നാട്ടുകാരുടെയും മുന്നിൽ അപമാനിതയായ നീതുവിൻ്റെ അച്ഛനും അമ്മയും ചേട്ടനുമൊക്കെ നീതുവിനെ വഴക്ക് പറയാണ്. അച്ഛൻ നീതുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാടി നീ എന്നെ ആ പോലീസുകാരുടെ മുന്നിൽ വെച്ച് ഇത്രയും നാണം കെടുത്തിയത്? നീതു ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അമ്മയുടെ കയ്യിൽ നിന്നും അവൾക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വേദന മാറിയിട്ടില്ല. അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അമ്മയുടെ കയ്യിൽ നിന്നും അടി കിട്ടിയതിൻ്റെ വേദന മാറിയിട്ടില്ലല്ലോ, അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാവരും നല്ല ദേഷ്യത്തിലാണ്. ദേഷ്യം സഹിക്കാൻ വയ്യാതെ അമ്മ പൊട്ടിത്തെറിക്കുകയാണ്. ദേ, നിങ്ങൾ കണ്ടില്ലേ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവൾ നമ്മളെ നാണം കെടുത്തിയില്ലേ? ഇനി നാട്ടുകാരുടെ മുന്നിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? അവരുടെ മുഖത്ത് നമ്മളെങ്ങനെ നോക്കും? ഇവളും ആ ചെറുക്കനുമായിട്ടുള്ള ബന്ധം എല്ലാവരും അറിഞ്ഞില്ലേ? നാണം കെട്ടില്ലേ നമ്മൾ? ഇതിനാടി നീ ഞങ്ങളോട് ഈ ചതി ചെയ്തത്? നീ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങൾ സാധിപ്പിച്ചു തന്നില്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ ഞങ്ങൾ നിന്നെ ചേർത്തു. നിനക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞു, വണ്ടി മേടിച്ചു തന്നു. നിനക്കൊരു ഫോൺ വേണമെന്ന് പറഞ്ഞു, അതും വാങ്ങിച്ചു തന്നു. എന്നിട്ട് ഞങ്ങളോട് തന്നെ നീ ഈ ചതി ചെയ്തു. ഇതും പറഞ്ഞുകൊണ്ട് നീതുവിൻ്റെ അമ്മ വീണ്ടും നീതുവിനെ അടിക്കുകയാണ്. ഇത് കണ്ട് അച്ഛൻ, ദേ, നീ നിർത്തുന്നുണ്ടോ? ഇനി അടിച്ചാൽ അവൾ ചത്തുപോകുമെന്ന് പറയുകയാണ്. ഇത് കേട്ട് അമ്മ പറയുന്നുണ്ട്, ഞാനല്ലേ അവളെ പ്രസവിച്ചത്, എൻ്റെ കൈകൊണ്ട് തന്നെ അവൾ ചാവട്ടെ. എന്തായാലും നമ്മൾ പുറത്തു പോവല്ലേ? ഡാ, എടുക്കടാ ആ ചാവി, നമുക്ക് വാതിൽ പൂട്ടിയിട്ട് പോവാം. ഇവൾ എങ്ങനെ പുറത്തിറങ്ങുമെന്ന് നമുക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ 3 പേരും പുറത്തേക്കിറങ്ങി നീതുവിനെ ആ വീടിനുള്ളിലാക്കി പുറത്തുനിന്നും ഡോറ് പൂട്ടുവാണ്. രാത്രി സുധീഷും ഹരീഷും ഒക്കെ ഉറങ്ങാനായിട്ട് കിടക്കുവാണ്. അന്ന് പകൽ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം സുധീഷ് ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. പോലീസിന് മുന്നിൽ, നിധി ഇതെൻ്റെ ഭർത്താവാണ്, ഇത് എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടനും അനിയന്മാരുമാണ്, ഇവരെല്ലാവരും നല്ലവരാണ് എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ സുധീഷിൻ്റെ മനസ്സിലേക്ക് വരുവാണ്.
അതെല്ലാം ഓർത്തുകൊണ്ട് സുധീഷ് ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുവാണ്. പെട്ടെന്നാണ് തൻ്റെ തൊട്ടടുത്ത് നിന്ന് കിടക്കുന്ന ഹരീഷ് ചിരിക്കുന്നത് കേൾക്കുന്നത്. എന്താടാ നീ തനിയെ കിടന്ന് ചിരിക്കുന്നതെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട ഹരീഷ് പെട്ടെന്ന് സുധീഷിൻ്റെ സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല ഇന്ന് പകലിവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ ചിരിക്കുമായിരുന്നു. അതെന്താടാ ഇത്രയ്ക്ക് ഓർക്കാൻ? അല്ല നീ നമ്മുടെ നീതു സംസാരിച്ചതൊക്കെ കേട്ടതല്ലേ? നീതു സൂപ്പർ അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ഏയ് അത്രക്ക് സൂപ്പറൊന്നും അല്ല, കുഴപ്പമില്ല അത്രയുള്ളൂ എന്ന് പറയുമ്പോൾ ഹരീഷ് സുധീഷിൻ്റെ കയ്യിലൊരു തട്ട് കൊടുക്കുവാണ്. നീ എന്താ പറഞ്ഞത്? നീതുവിനെ പറ്റി എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സുധീഷ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതല്ലടാ. നീതുവിനെ നിനക്ക് ഇഷ്ടമാണ്, പിന്നെ അവൾ എങ്ങനെ ഇരുന്നാൽ നിനക്കെന്താ? അതല്ല സുധീഷ് ഏട്ടാ, ഇന്ന് ആ പോലീസുകാരുടെ മുന്നിൽ വെച്ച് അവളുടെ അച്ഛനെയും അമ്മയെയൊക്കെ എതിർത്ത് നമുക്ക് അനുകൂലമായിട്ട് അവൾ സംസാരിച്ചില്ലേ? ഞാനതൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഒരു ധൈര്യം തന്നെ വേണ്ടേന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, വേണം, നല്ല ധൈര്യം വേണം. എന്തായാലും ഞാൻ അവളെ സമ്മതിച്ചിരിക്കുന്നു. അവളുടെ ക്യാരക്ടർ സൂപ്പറാ. ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, ഞാൻ അവളെ ലവ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് കേട്ട് സുധീഷ് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അതെന്താടാ അങ്ങനെ? എപ്പോൾ നോക്കിയാലും നീ ഇത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും അവൾ നിന്റെ കടയിലായിരിക്കും. അവളുമായിട്ട് ഈ നാട് മൊത്തം ചുറ്റലല്ലേ നിന്റെ പണി. രാത്രി മുഴുവനും രണ്ടുപേരും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടും എപ്പോഴും നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അവളെ ലവ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാണ്. ഞാനൊന്ന് പറയട്ടെ സുധീഷ് ഏട്ടാ, എന്നെ ഒന്ന് പറയാൻ അനുവദിക്കേ എന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ശരി നീ പറ, ഞാൻ മിണ്ടാതിരിക്കാം. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഞാൻ അവളെ ലവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയാം, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് അവൾ എനിക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ ഞാൻ ഒരുപാട് അവളെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ സിൻസിയറായിട്ട് അവളെ ലവ് ചെയ്യുന്നു. ഇനി ഞാൻ അവൾക്ക് വേണ്ടി എന്തും ചെയ്യും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുന്നുണ്ട്, അതേടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. അല്ല നീതു ഇവിടെ നിന്ന് പോയതിനു ശേഷം നീ അവളെ വിളിച്ചു നോക്കിയോ? നമുക്ക് വേണ്ടി സംസാരിച്ചതിന് അവളുടെ വീട്ടുകാർ അവളെ എന്തെങ്കിലും ചെയ്തു കാണുമോ എന്ന് സുധീഷ് ചോദിക്കുകയാണ്. ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, അത് എനിക്കും പേടിയുണ്ട്. അവളുടെ കുടുംബം ഒരു റൗഡി കുടുംബമാണ്. അതുകൊണ്ട് തന്നെ അവളെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. പക്ഷേ എനിക്ക് വിളിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, അതെന്താടാ അവളുടെ ഫോണിലേക്കൊന്ന് അടിച്ചു നോക്കിയെന്ന് പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അവളുടെ ഫോൺ കേടുവന്നിരിക്കുകയാണ്. എന്നോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടി അവളുടെ അമ്മ അത് എറിഞ്ഞു പൊട്ടിച്ചു. എനിക്കവളെ കാണാൻ തോന്നുന്നുണ്ട്, നമുക്കൊന്ന് പോയാലോ എന്ന് ഹരീഷ് ചോദിക്കുകയാണ്. എന്ത്, ഈ നേരത്ത് പോവാനോ? ആ ശരി, എന്നാൽ നമുക്ക് പോവാമെന്ന് നമ്മുടെ സുധീഷും പറയുവാണ്. പെട്ടെന്ന് ഹരീഷിൻ്റെ ഫോൺ റിങ് ചെയ്യാണ്. ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ഇത് അറിയാത്ത നമ്പറാണെന്ന് ഹരീഷ് പറയുന്നുണ്ട്. ഫോൺ എടുത്ത് ഹലോ എന്ന് പറയുന്നു. അപ്പോഴേക്കും അപ്പുറത്തെ സൈഡിൽ നമ്മുടെ നീതുവാണ്. നീതു, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീതു പറയുന്നുണ്ട്, ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് അച്ഛൻ്റെ ഫോണിൽ നിന്ന് ഞാൻ അറിയാതെ വിളിക്കുന്നതാണ്. ഞാൻ വിചാരിച്ചു നീ എന്നെക്കുറിച്ച് ടെൻഷനായിട്ട് ഇരിക്കുകയാണെന്ന്. നീ സമാധാനത്തോടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഫോൺ ചെയ്തത്. അപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, നിനക്കെങ്ങനെ, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, ആരും ഉപദ്രവിക്കുന്നൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അച്ഛനും അമ്മയും ചേട്ടനുമൊക്കെ ദേഷ്യത്തിലാണ്, എന്നെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, ഒരുവിധം സമാധാനത്തിൽ പോകുന്നു. നീ നന്നായി കിടന്നുറങ്ങ് ഹരീഷ്, എന്നെക്കുറിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. ഞാൻ നിന്നെ വിളിച്ചോളാം, നീ തിരിച്ച് ഈ ഫോണിലേക്ക് വിളിക്കരുത് കേട്ടോ. എന്നാൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നീതു കോള് കട്ട് ചെയ്യാണ്. എന്നിട്ട് ഹരീഷിൻ്റെ നമ്പർ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് നീതു. കോള് കട്ടായതും സുധീഷ് ഹരീഷിനോട് ചോദിക്കുന്നുണ്ട്, ആരാ, നീതു ആയിരുന്നോ? അതെ, നീതു തന്നെ ആയിരുന്നോ? കണ്ടില്ലേ, നീതുവിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴങ്ങ് ചിന്തിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും എന്നെ സമാധാനിപ്പിക്കാനായി അവൾ ഇങ്ങോട്ടേക്ക് വിളിച്ചത് നോക്ക്. ഞങ്ങളുടെ മനപ്പൊരുത്തം ഒന്ന് നോക്കിയേ. ഹരീഷിൻ്റെ മനസ്സിൽ നീതുവിനോട് ഒരുപാട് സ്നേഹം തോന്നുവാണ്. അവനക്ക് സന്തോഷവും വരുന്നുണ്ട്. തൻ്റെ സന്തോഷം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് ഹരീഷിന് അറിയുന്നില്ല. പെട്ടെന്ന് തൊട്ടടുത്തിരിക്കുന്ന സുധീഷിനെ ഇക്കിളിയാക്കുന്നുണ്ട്. എന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്.
സുധീഷ് എന്താടാ നീ ചെയ്യുന്നതെന്നൊക്കെ ചിരിയോടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ അവർ കിടന്ന് ഉറങ്ങുകയാണ്. എന്നാൽ സുഭാഷ് ഏട്ടന് ഉറക്കം വരുന്നില്ല. സുധീഷ് ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തി പതിയെ അവനെ ഉണർത്താതെ സുഭാഷ് ഏട്ടൻ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ഹരീഷിനെയും നികേഷിനെയും തട്ടി വിളിക്കുന്നുണ്ട്. അവർ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും കണ്ണൊക്കെ തിരുമ്മി എഴുന്നേൽക്കുന്നുണ്ട്. എന്താ സുഭാഷ് ഏട്ടാ, ഞങ്ങൾ ഇപ്പോഴങ്ങ് ഉറങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും സുഭാഷ് ഏട്ടൻ വിളിച്ചു. എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്കുക, അപ്പോൾ നിങ്ങളുടെ ഉറക്കമൊക്കെ പോകും. എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വെള്ളം കുടിക്കുകയൊന്നും വേണ്ട. സുഭാഷ് ഏട്ടൻ കാര്യം എന്താണെന്ന് പറ. ഇന്ന് നിധിയോട് ആ റൗഡികൾ റോഡിൽ വെച്ച് പറഞ്ഞ കാര്യം എത്ര മോശമുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്. ഇത് കേട്ട് നികേഷ് ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ ഇത്? അതിന് നമ്മൾ പകരത്തിന് പകരം അവർക്ക് കൊടുത്തതല്ലേ? അതൊക്കെ ശരി തന്നെ. എന്നാലും നിധി ആ സമയത്ത് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. അവളെക്കുറിച്ച് ഓർത്താണ് ഞാൻ വിഷമിക്കുന്നത്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, ഞാൻ മൂലമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്ന് സുഭാഷ് ഏട്ടന് തോന്നുന്നുണ്ടോ? ഇനി ഞാൻ നീതുവിനെ കാണാൻ പാടില്ലെന്ന് പറയാൻ വേണ്ടിയാണോ സുഭാഷ് ഏട്ടൻ ഞങ്ങളെ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ലടാ. ഈ നാട്ടുകാർ എത്ര മോശമായിട്ടാണ് നിധിയോട് സംസാരിച്ചത്. അവൾ എന്നെ ഒരു ഏട്ടനായിട്ടാണ് കാണുന്നത്. ഞാൻ അവളെൻ്റെ ഒരു അനിയത്തിയായിട്ടും പിന്നെ നിന്നെയും അവളൊരു അനിയനായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ നാട്ടുകാർക്ക് അതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇന്ന് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു തീർപ്പുണ്ടാക്കി. പക്ഷേ ഇനി നാളെ മുതലും വീണ്ടും ഒരു പ്രശ്നമുണ്ടാക്കില്ല എന്ന് ആർക്കറിയാം. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിനിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. ഉടനെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. എൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട്. അവൾ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു. നമ്മളെ വിശ്വസിച്ചിട്ടില്ലേ ഈ വീട്ടിൽ അവൾ താമസിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഞാനത് പറയട്ടെ. നമുക്ക് നിധിയെയും സുധീഷിനെയും ഇവിടെ വിട്ടിട്ട് മറ്റെവിടേക്കെങ്കിലും പോയാലോ? ഇത് കേട്ട് ഹരീഷും നികേഷും പരസ്പരം നോക്കുന്നുണ്ട്. നികേഷ് ചോദിക്കുന്നുണ്ട്, അതിന് നമ്മൾ എങ്ങോട്ടാക്കിയാണ് പോകുന്നത്? അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, നമുക്ക് 4 പേർക്കും, എനിക്കും നികേഷ്, നിനക്കും ഹരീഷിനും പിന്നെ അച്ഛനും, നമ്മൾ 4 പേരും വേറൊരു വീടെടുത്ത് എവിടെയെങ്കിലും വാടകയ്ക്ക് താമസിക്കാം. ഹരീഷ് ചോദിക്കുന്നുണ്ട്, അതിന് സുധീഷ് ഏട്ടൻ സമ്മതിക്കുമോ? അവരെ കൊണ്ട് നമുക്ക് സമ്മതിപ്പിക്കണം. സുധീഷ് നിധിയെ പൊന്നുപോലെ നോക്കും. നമ്മളുടെ കൂടെ അവൾ താമസിക്കുന്നത് കൊണ്ടല്ലേ നാട്ടുകാരെല്ലാം അവളെ മോശമായിട്ട് സംസാരിക്കുന്നത്. ഇനി ആരുടെയും മുന്നിൽ നിധി അപമാനിതയായിട്ട് നിൽക്കാൻ പാടില്ല. നമുക്ക് ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിട്ട് പോവാം. എന്താ അതുപോരെ? ഇത് കേട്ടതും നികേഷ് ആകെ വിഷമിച്ചിരിക്കുകയാണ്. നികേഷിൻ്റെ വിഷമം കണ്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എടാ നികേഷേ, നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഇങ്ങനെ അപ്സെറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും നിധിയെ നമുക്കിവിടെ വന്ന് കാണാം. നിൻ്റെ നിധിയേട്ടത്തി നല്ല സന്തോഷമായിട്ട് ഇരിക്കുന്നതല്ലേ നിനക്ക് ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ നികേഷ് പറയുന്നുണ്ട്, അത് തന്നെയാണ് എനിക്ക് ഇഷ്ടം സുഭാഷ് ഏട്ടാ. ഏട്ടത്തി സന്തോഷമായിട്ട് ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നിന്നും മാറി താമസിക്കാമെന്ന് സുഭാഷ് ഏട്ടൻ തറപ്പിച്ച് പറയുവാണ്. ഉറങ്ങിക്കിടക്കുമായിരുന്ന സുധീഷ് പെട്ടെന്നങ്ങ് എഴുന്നേൽക്കുന്നുണ്ട്. ഇത് കണ്ട് എല്ലാവരും ഒരു അമ്പരപ്പോടെ സുധീഷിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. നീ ഉറങ്ങിയില്ലായിരുന്നോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ സംസാരം കേട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റണ്ടേ? സുഭാഷ് ഏട്ടാ, നിങ്ങളുടെ ഐഡിയ സൂപ്പറായിട്ടുണ്ട്. ഫാൻറ്റാസ്റ്റിക് ഐഡിയ. ഉറക്കം നടിച്ചു കിടന്ന് ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുമായിരുന്നോ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, പിന്നെ അല്ലാതെ ഇത്രയും അടുത്ത് കിടക്കുന്ന എന്നെ നോക്കാതെ നിങ്ങളിതൊക്കെ പറയുമ്പോൾ ഞാൻ കേൾക്കാതിരിക്കുമോ? ഞാൻ ഉറക്കം വരാതെ കിടക്കുമായിരുന്നു. അപ്പോഴാ സുഭാഷ് ഏട്ടൻ എൻ്റെ മുഖത്തേക്ക് ടോർച്ചടിച്ച് നോക്കിയത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സുഭാഷ് ഏട്ടൻ ഞാനറിയാതെ എന്തോ ചെയ്യാൻ പോവുമായിരുന്നു. പക്ഷേ അത് എന്നെ പറ്റിയുള്ള കാര്യമാണെന്ന് എനിക്ക് കേട്ടപ്പോഴല്ലേ മനസ്സിലായത്. ഇത് കേട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ഞങ്ങളിവിടെ പറഞ്ഞതെല്ലാം നീ കേട്ടതല്ലേ? ഇനി നീ പറ, ഞങ്ങളെടുത്ത തീരുമാനം അത് കറക്റ്റല്ലേ ശരിയല്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നെ കറക്റ്റാണെന്ന് കളിയാക്കിക്കൊണ്ട് സുധീഷ് പറയാണ്. എന്നാൽ പാവം സുഭാഷ് ഏട്ടന് ഇത് മനസ്സിലാവുന്നില്ല. ഹരീഷിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, കണ്ടോടാ, ഞാൻ പറഞ്ഞില്ലേ അവനക്കെല്ലാം മനസ്സിലാവും. അവൻ അതിന് സമ്മതിച്ചു. ഉടനെ തന്നെ ഹരീഷ് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു സുഭാഷ് ഏട്ടാ, അവൻ അത് കളിയാക്കിക്കൊണ്ട് പറയുകയാണ്.
ആണോടാ, നീ എന്നെ കളിയാക്കിയതാണോ എന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷേട്ടൻ. പിന്നെ അല്ലാതെ, നിങ്ങൾ പൊട്ടന്മാരെ പോലെയല്ലേ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിധി ഇവിടെ താമസിക്കുന്നത് നിങ്ങളെല്ലാവരും ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നെ ഞാനും അവളും തനിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ അവൾ ഇവിടെ നിൽക്കുമോ? ഒരു പക്ഷേ എന്നെ ഇവിടെ നിന്നും പുറത്താക്കി നിങ്ങളെല്ലാവരും ഇവിടെ താമസിക്കുകയാണെന്ന് പറയുമ്പോൾ അവളതിന് ഓക്കെ പറയും. ഇതിപ്പോൾ നിങ്ങളെന്താ പറയുന്നത്? ഞാനും അവളും ഈ വീട്ടിൽ താമസിക്കുക, നിങ്ങളെല്ലാവരും മറ്റൊരു വീട്ടിലും താമസിക്കുക. ഈ ഒരു ഐഡിയക്ക് അവൾ യോജിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി നിങ്ങളങ്ങനെ പോയാലും ആ നിമിഷം തന്നെ അവൾ പറയും, നിങ്ങളാരും ഇല്ലാത്ത ഈ വീട്ടിൽ ഞാനുമില്ല, ഞാൻ ഇവിടെ നിന്നും പോവാണെന്നും പറഞ്ഞ് അവളും ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവും. പിന്നെ ഞാൻ ഈ വീട്ടിൽ തനിച്ചാവും. ഇത് കേട്ട് സുഭാഷേട്ടൻ സുധീഷിനോട് പറയുന്നുണ്ട്, സുധീഷേ, ഞാൻ നിധിയോട് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇപ്പോൾ ഇവിടെ സംഭവിച്ചതെല്ലാം അവൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, അവൾക്ക് ഞാൻ പറയുമ്പോൾ എല്ലാം മനസ്സിലാവുമെന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, സുഭാഷേട്ടാ, ഞങ്ങളെ ഇവിടെ നിന്നും തനിച്ചാക്കി നിങ്ങൾ പോയാൽ ആ നിമിഷം അവൾ ഇവിടെ നിന്നും നിങ്ങളുടെ പിറകെ തന്നെ ഇറങ്ങും. അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ദിഷേട്ടൻ പറഞ്ഞതും ശരിയാണെന്ന് നികേഷ് പറയുന്നുണ്ട്. എന്നാൽ സുഭാഷ് പറയുന്നുണ്ട്, ഇല്ല, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കും, നിങ്ങൾ നോക്കിക്കോ. എന്താ, നിങ്ങൾക്കെല്ലാവർക്കും സമ്മതമല്ലേ എന്ന് നികേഷിനെയും ഹരീഷിനെയും നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും മനമില്ലാ മനസ്സോടെ ഓക്കെ എന്ന് പറയുകയാണ്. ഉടനെ തന്നെ സുധീഷ് പറയുന്നുണ്ട്, ഇതൊന്നും നടക്കുന്ന കാര്യമില്ല, അതെല്ലാം ഞാൻ നടത്തിയെടുക്കും, നിധിയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും, നിങ്ങളെല്ലാവരും എന്നോടൊപ്പം നിന്നാൽ മതിയെന്ന് സുഭാഷേട്ടൻ പറയുന്നുണ്ട്. ഉടനെ തന്നെ സുധീഷ് പറയുന്നുണ്ട്, സുഭാഷേട്ടാ, നിങ്ങൾ പറഞ്ഞ ഐഡിയ കൊള്ളാം, ഞാനും നിധിയും ഈ വീട്ടിൽ തനിച്ചാവും, അതെനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതെങ്ങനെ നടക്കും? ഇതെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് സുഭാഷേട്ടൻ പറയുന്നുണ്ട്. ഉടനെ തന്നെ സുധീഷ് പറയുന്നുണ്ട്, നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, അനുഭവിക്കുമ്പോഴറിയാം. ഇനി ആരിവിടെ ഇരുന്ന് സ്വകാര്യം പറയൊന്നും വേണ്ട, അങ്ങനെയാണെങ്കിൽ പുറത്തു പോയി പറഞ്ഞോളണം, എനിക്ക് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് തലയിലൂടെ പുതപ്പും പുതച്ചുകൊണ്ട് അവിടെ കിടക്കുവാണ്. അങ്ങനെ അവരെല്ലാവരും കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ 4 പേരും റെഡിയായി ഹാളിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. നിധി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതും കാത്താണ് അവർ ഇരിക്കുന്നത്. നികേഷ് സുഭാഷേട്ടനോട് ചോദിക്കുന്നുണ്ട്, സുഭാഷേട്ടാ, ഏട്ടത്തിയോട് ഇന്നാ കാര്യം പറയാൻ പോകുന്നുണ്ടോ? അത് കേട്ട് സുഭാഷേട്ടൻ പറയുന്നുണ്ട്, ആ, ഞാനിന്ന് പറയാൻ വേണ്ടി തന്നെയാ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ നിന്റെ മുഖം ആകെ വിഷമിച്ചിരിക്കുന്നല്ലോ, നീ മുഖം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കല്ലേ, കുറച്ച് സന്തോഷത്തിലേക്ക് ഇരിക്കേ, അല്ലെങ്കിൽ നിധിക്ക് ഒരു തീരുമാനമെടുക്കാൻ വളരെ വിഷമമായിരിക്കും. ഇത് കേട്ട് സുധീഷ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ പിന്നെ ചിരിച്ചോണ്ടിരുന്ന മുഖം കണ്ടാൽ നിധി നല്ല തീരുമാനമെടുക്കുമല്ലോ, ഇതൊക്കെ എന്നെ നാണം കെടുത്താൻ വേണ്ടിയാണ് നിങ്ങളിതെല്ലാം ചെയ്യുന്നത്.